നേതൃത്വമായിട്ട് ടീമായിട്ട് കളിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇറങ്ങേണ്ടത്. അൺഫെയർ ആയിരുന്നോ? അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ജനങ്ങളുടെ വീഡിയോ എടുക്കണോ? വീഡിയോ എടുക്കണമെങ്കിൽ എല്ലാവരും ബാക്കിലേക്ക് സമാധാനമായി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും. ചേട്ടാ ഇതിനായി ഞാൻ പോകട്ടോ, ഞാൻ നിൽക്കില്ല. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുക. മതി മതി, ഓക്കെ. എവിക്ഷൻ എനിക്ക് ഒട്ടും എന്താ പറയാ അൺഫെയർ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് പുറത്തു വന്നത്. എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് പവർ ടീമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ ആഴ്ച പോയില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതാണ് തിരിച്ചടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ മുമ്പോ അപ്പൊ അതുള്ളൂ, അത്രേ ഉള്ളൂ, വേറെന്താ. അല്ല, ഇതിനകത്ത് മൊത്തം പുറത്ത് ഗബ്രി ജാസ്മിൻ വിഷയമാണ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു അകത്ത്? അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കും. ഇപ്പൊ ഞാൻ ആക്ച്വലി ഇന്നലെ പുറത്തിറങ്ങിയതിന്റെ ടയേർഡാണ്, അവർക്കൊന്നും ശരിയായിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് എല്ലാവരോടും സംസാരിക്കാൻ വേറൊരു ദിവസം വരാം. ഇത് എന്റെ മുൻ ശ്വാസപ്പെടുന്നത്. അല്ല ബ്രോ, ഇന്നലെ ഗബ്രി ഔട്ടായതിനു ശേഷം എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് വിഷു അല്ലെങ്കിൽ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. പക്ഷെ ജാസ്മിന്റെ പേര് മാത്രം പറഞ്ഞില്ല. ജാസ്മിനോട് ബായ് പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് ഞാൻ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത്, AV കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ അതിന്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത്. ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല. പിന്നെ ഒരാളെ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തർ എടുത്തെടുത്ത് പറഞ്ഞതാ. ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാം. നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു ഈ ശരിക്കും? അല്ല, ഒരിക്കലും അല്ല. നേതൃത്വമായിട്ട് ടീമായിട്ട് കളിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇറങ്ങേണ്ടത്. പ്ലാൻ ചെയ്തിട്ട് ഞാൻ കണ്ടായിരുന്നു. അതെനിക്ക് വിഷമമായിരുന്നു ജിൻഡോ ചേട്ടൻ. അത്യാവശ്യം ഞങ്ങള് ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ പ്ലേയേഴ്സ്. നമ്മളെല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചാലും പ്രണയമൊന്നും അല്ല കേട്ടോ. അത് അതിനെ കുറിച്ച് പറയാറായിട്ടില്ല. അല്ല എങ്കിലും